അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കിയതിൽ അധ്യാപകർക്കെതിരെ കുടുംബം. അധ്യാപിക അനാവശ്യമായി അപമാനിച്ചതായും സ്കൂൾ മാറാൻ TC ആവശ്യപ്പെട്ടപ്പോൾ നൽകാൻ തയ്യാറായില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. കുടുംബം ജില്ലാ പോലീസ് മേധാവിക്കും പെരിന്തൽമണ്ണ പോലീസിനും പരാതി നൽകി. പെരിന്തൽമണ്ണ ചീരട്ടമണ്ണ സ്വദേശിയായ 14-കാരന്റെ മരണത്തിലാണ് കുടുംബം ആരോപണം ഉന്നയിക്കുന്നത്. മെയ് 2-നാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ തേജസിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ കുട്ടിയെ മറ്റു കുട്ടികൾക്ക് മുൻപിൽ വെച്ച് അധ്യാപിക അപമാനിച്ചതായും അധ്യാപകരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് സ്കൂൾ മാറാൻ TC ആവശ്യപ്പെട്ടപ്പോൾ നൽകാൻ തയ്യാറായില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. ഇങ്ങനെ റെഡ് മാർക്ക് ഇടും, നല്ലൊരു സ്കൂളിലും പഠിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അതിന് ഭയങ്കരമായിട്ട് ടെൻഷനും പേടിയുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗം ടീച്ചർമാരുടെ ഈ ഭീഷണിയും ഈ പ്രിൻസിപ്പളുടെയും ഈ ജിഷ മിസ്സും പിന്നെ വേറൊരു മിസ്സും കൂടി ഉണ്ട്, എൻ്റെ പേര് എനിക്ക് കറക്റ്റ് ജിജിയോ അങ്ങനെ എന്താണ് തോന്നുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു ഭീഷണി മൂലമാണ് എൻ്റെ കുട്ടി ഇങ്ങനെ ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ ബലമായി സംശയിക്കുന്നത്. വേറെ വീട്ടിലോ വേറൊരു പ്രശ്നങ്ങളോ ഇല്ലാത്ത കുട്ടിയാണ്. വീട്ടിൽ അങ്ങനെ ഒരു വാശിയോ കുറുമ്പൊന്നും കാട്ടിയിട്ടില്ല, ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ടീച്ചറുടെ പ്രിൻസിപ്പാളുടെയും ഈ നടപടി കാരണം തന്നെയാണ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ കുറച്ച് വിശ്വസിക്കുന്നത്. വന്നിട്ട് അവനോട് തോൽപ്പിക്കും അവനെ എന്ന് പറഞ്ഞു. പരീക്ഷ എഴുതി ജയിച്ചിട്ടില്ലെങ്കിൽ അവനെ തോൽപ്പിക്കും, വേറെ സ്കൂളിലൊന്നും കൊണ്ടുപോയി ചേർക്കില്ല, അവൻ്റെ റെഡ് മാർക്ക് ഇടും, എന്താ പറയുക, പ്രോഗ്രസ് കാർഡിലൊക്കെ റെഡ് മാർക്ക് ഇട്ടിട്ട് ഈ വീട്ടിലിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. വീട്ടിലിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ കുട്ടിക്ക് ഭയങ്കര പേടിയായി. അവൻ എങ്ങോട്ടും പോവുകയൊന്നും ചെയ്യാണ്ട് ദിവസം ഇരുന്ന് പഠിക്കന്നെ പരീക്ഷ ടൈം ടേബിൾ വന്നപ്പോൾ രാത്രി 10-11 മണി വരെ ഇരിക്കുക, രാവിലെ നേരത്തെ നീച്ചിട്ടൊക്കെ പഠിക്കുക, എല്ലാവരും പാസ്സാകാൻ വേണ്ടിയിട്ട് എന്നാലും അവർ TC തരുള്ളൂ പറഞ്ഞു. അതിൽ റിസൾട്ട് വന്നപ്പോൾ എല്ലാത്തിലും പാസ്സായിരുന്നു. സ്കൂളിൽ നടത്തുന്ന ഒരു വിഷയമുണ്ട്, അവർ ഈ ബൈബിളിൻ്റെ എന്തൊക്കെ പഠനമായിട്ട് MSc പറഞ്ഞൊരു സബ്ജക്റ്റ്, അതിൽ മാർക്കില്ല പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ TC കൊണ്ടാൻ വേണ്ടി വേറെ സ്കൂളൊക്കെ നോക്കി വെച്ച് ഓന് ബോയ്സ് സ്കൂളിലേക്ക് പോയാൽ മതി, അവിടെ ഏട്ടൻ്റെ കുട്ടി അവിടെ പഠിക്കുന്നുണ്ട്, അപ്പോൾ അവൻ്റെ കൂടെ പോവാ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി പറഞ്ഞു. അപ്പോൾ ഞാനും മോളും കൂടി TCക്ക് ചെന്നു. അപ്പോൾ സിസ്റ്ററോട് പറഞ്ഞു TC വാങ്ങാനാണ് വരുന്നത് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഈ വിഷയം എഴുതണ്ടല്ലോ പറഞ്ഞപ്പോൾ അത് എഴുതാതെ അവർ TC തരില്ല പറഞ്ഞു. കുട്ടിയെ തോൽപ്പിക്കുമെന്ന് ക്ലാസ് ടീച്ചർ പറഞ്ഞതായി കുട്ടിയുടെ പിതാവ് പറഞ്ഞു. നീ എന്ത് എഴുതിയിട്ടും കാര്യമില്ല, നിന്നെ ഞങ്ങൾ തോൽപ്പിക്കുമെന്ന് അവനോട് ടീച്ചർ പറഞ്ഞു. വേറെ സ്കൂളിൽ പോകാത്ത രീതിയിലാക്കും, റെഡ് മാർക്ക് ചെയ്യുമെന്ന് പറഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. പരീക്ഷാഫലം വന്നതിനു ശേഷം TC നൽകാമെന്ന് അറിയിച്ചിരുന്നു. പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ അടച്ചതിനു ശേഷം കുട്ടി സ്കൂളുമായി ബന്ധപ്പെട്ടിരുന്നില്ല. മരണവിവരം അറിഞ്ഞ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ വീട്ടിൽ പോയിരുന്നതായും വിദ്യാർത്ഥിയുടെ മരണത്തിൽ അതീവ ദുഃഖമുണ്ടെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120.